ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ട് ഒരു ബീഡഡ് ഹെഡ് ബാൻഡാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡ് ബാൻഡിൻ്റെ കൂടെ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഗ്ലിറ്റർ ട്യൂബും കൂടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫുൾ ബീഡ് മാത്രമല്ല വരുന്നത്, ഗ്ലിറ്റർ ട്യൂബും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ മെറ്റൽ ഹെഡ് ബാൻഡിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കിടിലൻ ലുക്ക് വരുന്ന ഒരു ട്രെൻഡി ഹെഡ് ബാൻഡാണ് ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആർക്ക് വേണേലും തുടക്കക്കാർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വേണം. പിന്നെ നമുക്ക് നൈലോൺ ത്രെഡ് എടുക്കുന്നുണ്ട്. നൈലോൺ ത്രെഡിൻ്റെ ലെങ്ത് ഒരു 45 സെൻറ്റിമീറ്റർ ലെങ്ത് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ട്യൂബും ഇത് മുഴുവൻ വേണ്ട, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത്രയും ബീഡ്സുകൾ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലൂ. അപ്പോഴും നമ്മുടെ ഈ ഒരു നൈലോൺ ത്രെഡിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോഫി ബ്രൗൺ ബീഡ് വെച്ചിട്ട് അതിൻ്റെ മിഡിൽ ഒരു ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. ഒറ്റൊരു ഷുഗർ ബീഡ് മാത്രം മതി. പിന്നെ ഒരു കോഫി ബ്രൗണും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ കോഫി ബ്രൗണിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് 3 വീതം നമ്മൾ കൊടുക്കണം. ഷുഗർ ബീഡ്സ് രണ്ട് സൈഡിലും 3 വീതം കൊടുക്കണം. എന്നിട്ട് ഒന്ന് വന്നിട്ട് ലോക്ക് ചെയ്യാൻ എടുക്കണം. ഒരു ഷുഗർ ബീഡ് വന്നിട്ട് ലോക്ക് ചെയ്യാൻ എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും 3 കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി കൊടുത്തപ്പോൾ ടോട്ടൽ 7 ബീഡ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ ചെയ്തു പോകുന്നത്. ഇത് ഇപ്പോൾ കാണുന്നില്ലേ, ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, മിഡിലിൽ ഒരു ബീഡ് ഷുഗർ ബീഡ്, രണ്ട് സൈഡിലും 3 വീതം. ഇനി നമുക്ക് ഒന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ എടുക്കണം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഒരെണ്ണം വെച്ച് നമ്മൾ ലോക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്ക് ബീഡ് വന്നിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിനി 2 ബ്രൗൺ കളർ ബീഡ്സ് വേണം കേട്ടോ. ഒന്ന് വെച്ചു, ഇനി അടുത്ത സൈഡിൽ ഒന്നുകൂടി വെച്ചു. ഇനി നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് 3 വേണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഷുഗർ ബീഡ്സ് ബ്രൗൺ ബീഡ്സിൻ്റെ രണ്ട് സൈഡിലും 3 ഷുഗർ ബീഡ്സ് വീതം വെക്കണം. എന്നിട്ട് ഒന്ന് വന്നിട്ട് ലോക്ക് ചെയ്യാൻ എടുക്കണം. ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ചെയ്ത ഒരു പാറ്റേണിലേക്ക് നമുക്ക് ഡിസൈൻ വന്നിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു സൈസിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടും ഈ ഒരു സൈസിൽ, അതായത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു ബീഡ്സിൻ്റെ സൈസ് വന്നിട്ട് ഒരു 6 mm ബീഡ്സാണ് ബ്രൗൺ കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബീഡ്സിൻ്റെ സൈസ് മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ ചെയ്ത് കഴിയുമ്പോൾ മാറ്റം വരും. ഈ ഒരു ഡിസൈന് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത്രയും നല്ല ഒരു ഭംഗിയുള്ള ഒരു ബീഡഡ് വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാറ്റേണാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടൊരു 15 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഞാൻ ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടില്ല. ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ ഒരു സൈഡ് ഭാഗം വന്നിട്ട് മിഡിൽ ഭാഗത്തോട്ട് വരുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനിൽ എന്ത് വേണം, ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഇതുപോലെ തന്നെയല്ല ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഇത് നമുക്കൊന്ന് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്രയും പോർഷനിൽ നമ്മുടെ ഗ്ലിറ്റർ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നേരിട്ടങ്ങ് ഒട്ടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ചൊരു ആ ഒരു മെറ്റൽ ഹെഡ് ബാൻഡിൻ്റെ ഷേപ്പ് വന്നിട്ട് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടല്ലേ, ആ ഒരു ഷേപ്പിലോട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒട്ടിച്ച് കൊടുത്തപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈന് വെച്ച് കൊടുക്കണം. അതായത് ബീഡഡ് വർക്കിൻ്റെ പാറ്റേൺ, ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന പോർഷനിലേക്ക് ഗ്ലിറ്റർ ട്യൂബ് അഗെയിൻ വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെയ്ത് ഞാൻ ഏകദേശം എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും കാണാൻ. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗത്തോളം ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ
ഒരു 6 സെൻറ്റിമീറ്റർ മതി കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമുക്ക് അവിടെ വരുന്നത്, ബാക്കി പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്ലേഡ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അത്ര തിക്കൊന്നല്ല കേട്ടോ, ഒരു തിന്നായിട്ടുള്ള ട്യൂബാണ്. ഈ ട്യൂബിൽ തന്നെ ഇച്ചിരി ഗ്ലൂ ഉണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു സ്റ്റിഫ് വരുന്ന പോലെയുള്ള ഒരു ട്യൂബാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പക്ഷേ ഹെയർ ബാൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് കൂടുതലും കൂടുതൽ സ്ട്രോങ് ആയിരിക്കണമല്ലോ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഹെഡ് ബാൻഡ് വന്നിട്ട് ഫ്ലാറ്റ് ആണല്ലോ, ആ ഒരു ഷേപ്പിലോട്ട് തന്നെ നമുക്കിപ്പോൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതേ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബീഡഡ് ഡിസൈനിൻ്റെ മുകളിലൂടെ ഒന്ന് നൈലോൺ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നൈലോൺ ത്രെഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബ്രൗൺ കളർ ബീഡ്സിൻ്റെ ഇടയിലോട്ട് ആയിട്ടിട്ട് കൊടുക്കണം. ഒരു ബീഡ്സ് കോർത്ത് കഴിയുമ്പോൾ അടിഭാഗത്തൂടെ എടുത്തിട്ട് മുകളിലോട്ട് വന്നിട്ട് നെക്സ്റ്റ് ബീഡ്സ് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലൂടെ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ആയിട്ടും കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് ടൈറ്റായി കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നീറ്റായിട്ട് വേണം ചെയ്യാൻ. ഒരു ഡിസൈനിലാണെങ്കിൽ ആ ഒരു ഡിസൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വൃത്തികേടായിട്ടൊന്നും എക്സ്പോസ് ചെയ്തിട്ട് കാണാനൊന്നും പാടില്ല. അപ്പോൾ അടിഭാഗത്തൂടെ എടുത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഹെഡ് ബാൻഡ് ടൈറ്റായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഹെയർ ബാൻഡുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത്. നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.